ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞ് തറയിലേക്ക് പായും തലേണയും ഇട്ട് കിടക്കുകയാണ് സുധീഷ്. നിധി വിഷമത്തോടുകൂടി ബെഡിലിരിക്കുന്നു. ഭാസ്കറിനെ ഹോളിന് പുറത്താക്കി അകത്തേക്ക് കയറി വന്ന സുഭാഷ് വാതിലിൽ തട്ടി സുധീഷിനെ വിളിക്കുകയാണ്. ഇത് കണ്ട് നികേഷ് ചോദിക്കുന്നു, ചേട്ടൻ ഇത് എങ്ങോട്ടാ? സുഭാഷ് പറയുന്നു, സുധീഷെ വാതില് തുറക്കാൻ. ഇങ്ങേരിതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കിടക്കുകയാണ് സുധീഷ്. വാതിൽ തുറന്ന് നിധി സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, പേടിക്കണ്ട, എടാ എഴുന്നേൽക്കാൻ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, നാശം പിടിക്കാൻ ഇങ്ങേർക്ക് മരണം വരെ പെണ്ണ് കിട്ടാതെ പോകണേ ഭഗവാനെ. പോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് വാതിലടച്ച് കുറ്റിയിടുകയാണ് നിധി. സുഭാഷ് ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, എന്നെ നോക്കുകയൊന്നും വേണ്ട, അച്ഛൻ പറഞ്ഞതുകൊണ്ടാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അച്ഛന്റെ വാക്ക് കേട്ട് മാത്രം നടക്കുന്ന ഒരുത്തരാണല്ലോ നീ, പോയി കിടക്കടാ, കിടന്നുറങ്ങടാ. എന്ത് കാണാൻ ഇരിക്കുകയെന്ന് ചോദിച്ച് സുഭാഷ് സുധീഷിനെയും കൂട്ടി അവിടേക്ക് വന്ന് കിടക്കുമ്പോൾ ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് നികേഷും കിടക്കുകയാണ്. സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടനകത്ത് കിടന്നാൽ ചേട്ടൻ എന്താ പ്രശ്നം? സുഭാഷ് പറയുന്നു, നീ മിണ്ടാതെ കിടക്കാൻ നോക്ക്. ഹരീഷ് പറയുന്നു, ആദ്യമായിട്ട് അച്ഛൻ ഒരു നല്ല കാര്യം ചെയ്തതാ, ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇവിടെ അല്ലല്ലോ കിടന്നുറങ്ങേണ്ടത്. സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടൻ പുറത്തിറക്കിയത്? സുഭാഷ് പറയുന്നു, നിന്നോടല്ലേടാ കിടന്നുറങ്ങാൻ പറഞ്ഞത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ആദ്യം ഉത്തരം പറ. സുഭാഷ് പറയുന്നു, എടാ അതെ, എന്റെ കല്യാണം കഴിയുന്നത് വരെ ഇവിടെ കിടക്കുന്ന ഇവൻ ശപഥം ചെയ്തതല്ലേ, അപ്പോ അതുവരെ ഇവിടെ കിടന്നാ മതി, നീ കിടക്കാൻ നോക്കടാ. അങ്ങനെ സുഭാഷ് എവിടേക്ക് കിടക്കുമ്പോൾ സുധീഷ് വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. ഹരീഷും ഉറങ്ങാനായി കിടക്കുന്നു. സുധീഷ് മനസ്സിൽ പറയുന്നു, വല്ലാത്ത ശബ്ദമായി പോയി. അങ്ങനെ സുഭാഷിനെ തട്ടിപ്പിടിച്ച് സുധീഷ് പറയുന്നു, ചേട്ടാ ശരിക്കും അങ്ങനെ ശബ്ദം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ കൊല്ലും നിന്നെ, ഞാൻ കിടന്നുറങ്ങടാന്ന് പറഞ്ഞു സുധീഷിനെ തള്ളി മാറ്റുകയാണ് സുഭാഷ്. സുധീഷ് കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ നികേഷിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ പുറത്തു നിൽക്കുന്ന ഹരീഷിനെ കണ്ട് സുഭാഷ് ചോദിക്കുന്നു, നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? എടോ കാപ്പി എടുക്കണോ ഇപ്പോ, അതോ പല്ല് തേച്ചിട്ട് മതിയോ? നീ ചോദിച്ചത് കേട്ടില്ലേ, എന്താടാ എന്താ പറ്റിയത്? വീടെന്ന് പറഞ്ഞ് ഹരീഷ് കൈ തട്ടി മാറ്റുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ എന്താ പറ്റിയേ? ഹരീഷ് ചോദിക്കണ, അറിയില്ല അല്ലേ? സുഭാഷ് പറയുന്നു, എടാ എനിക്ക് മനസ്സിലായില്ല. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ, അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നുപോയോ? സുഭാഷ് ചോദിക്കുന്നു, ഞാനെന്താ പറഞ്ഞേ? ഹരീഷ് പറയുന്നു, ആഗ്രഹിച്ച ജീവിതം സ്വന്തമായി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് സുഭാഷ് ഏട്ടൻ എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ അത് അങ്ങനെയല്ലെന്നാ മനസ്സിലായി. സുഭാഷ് അനിയന്മാരെ എന്ത് നന്നായാ നോക്കുന്നതെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചാൽ മാത്രം മതി സുഭാഷ് ഏട്ടന്, അത് മാത്രം. സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം പറ, ഇങ്ങനെ കുത്തുവാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. ഹരീഷ് ചോദിക്കുന്നു, ഞാൻ പറയുന്നതാണോ കുറ്റം? സുഭാഷ് പറയുകയാണ്, വെറുതെ ആളെ വിഷമിപ്പിക്കാതെ നീ കാര്യം എന്താന്ന് വെച്ചാ പറ ഹരീഷ്. ഹരീഷ് ചോദിക്കുന്നു, ഇന്നലെ രാത്രി സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? സുധീഷ് ഏട്ടനെ ആ മുറിയിൽ നിന്നും വിളിച്ചിറക്കി കൂടെ കിടത്തുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞേ? സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ജീവിതം ആരംഭിക്കാനെന്ന്. അത്ര സ്വാർത്ഥനാകരുത് സുഭാഷ് ഏട്ടൻ. സുധീഷ് ഏട്ടൻ അങ്ങേരുടെ ഭാര്യയുടെ കൂടെ ഒരേ മുറിയിൽ പോയി കിടന്നുറങ്ങിയാൽ സുഭാഷ് ഏട്ടൻ എന്താ പ്രശ്നം? രാത്രി അച്ഛൻ സുധീഷ് ഏട്ടനെ വിളിച്ച് റൂമിലാക്കിയതല്ലേ, സുഭാഷ് ഏട്ടൻ എന്തിനാ ആളെ വിളിച്ചിറക്കിയത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ അവര് രണ്ടായി ജീവിക്കണമെന്ന് പറയുന്നത് ശരിയാണോന്ന് സുഭാഷ് പറയുന്നു, അതെ അത് തന്നെയാ ശരി. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുകയാണ്, എന്ത് ശരി? സുഭാഷ് ഏട്ടന് മുന്നേ കല്യാണം കഴിച്ചത് കൊണ്ട് സുധീഷ് ഏട്ടൻ ഭാര്യയുടെ ഒപ്പം ജീവിക്കാൻ പാടില്ലെന്നോ? അത് എവിടുത്തെ ശരിയാ? സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഈ വിഷയം ഞാൻ ചോദിച്ചത്. അന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? സുധീഷ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന്. ഇപ്പൊ എന്തിനാ സുധീഷ് ഏട്ടന്റെ സന്തോഷത്തിൽ വിലങ്ങുതടിയാകാൻ പോകുന്നത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ വേറൊരാള് ജീവിതം തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാവുള്ളത്? ഈ വീട്ടിൽ വേറെ ആരിങ്ങനെ ചിന്തിച്ചാലും ഞാൻ വിട്ടുകളഞ്ഞേനെ. പക്ഷേ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോശമായി പോയി സുഭാഷ് ഏട്ടാ. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന ഒരാൾ പറയുന്നു, സത്യം പറയാലോ ഭാസ്കരേട്ടാ, സഹിക്കാൻ പറ്റാതായി. എന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ മൂദേവിയുടെ മുഖം കാണാമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, അതിന് നിന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഈ സമയം നിധി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഭാസ്കരൻ പറയുന്നു, താൻ കണ്ടില്ലല്ലോ അല്ലേ, അതാണ് എന്റെ മരുമോള് നിധി. സുധീഷ് പ്രേമിച്ച് കെട്ടിക്കൊണ്ട് വന്നതാ മോളെ, ഇത് സുധീരൻ. ധീരത പേരിൽ മാത്രമേ ഉള്ളൂ, ഭാര്യയുടെ അടുത്ത് എത്തുമ്പോഴേ സുധീരൻ അധീരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നീ അവക്കിത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു, അതാ പ്രശ്നമായത്. സുധീരൻ പറയുന്നു, സമാധാനമില്ല ഭാസ്കരേട്ടാ. അപ്പൊ ഭാസ്കരൻ ചോദിക്കാണ്, എങ്ങനെയുണ്ടാകും? എടാ ഭാര്യമാരെ ആദ്യം നിലയ്ക്ക് നിർത്താൻ പഠിക്കണം, അതാദ്യം ചെയ്തില്ലെങ്കിൽ ഇതാകും അവസ്ഥ. എന്റെ സുധീര, നാരി ഭരിച്ചിടും നാരകം വെച്ചിടും കൂവളം കെട്ടിടം നായ പെറ്റിടം നശിക്കുമെന്നാ ചൊല്ല്. എടാ അത് മനസ്സിലാക്കി നമ്മളങ്ങ് പെരുമാറണം. വല്ലതും മനസ്സിലായോ? എടോ, പെണ്ണ് ഭരിക്കുന്ന വീടും നാരകം വെച്ച സ്ഥലവും കൂവളം ചീഞ്ഞു പോയ സ്ഥലവും നായ പെറ്റ സ്ഥലവും ഒരുപോലെ മുടങ്ങി പോകുമെന്നാണോ? എടാ നിന്റെ കാര്യത്തിൽ വീട് ഭരിക്കുന്നത് അവളാ, ഭാര്യ. അപ്പൊ മുടിയും, സംശയമില്ല. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധി. ഭാസ്കരൻ പറയുന്നു, എടാ ആണ് പറയുന്നതായിരിക്കണം വീട്ടിലെ നിയമം, ആണ് പിടിച്ച കയ്യാലേ കുടുംബം നടക്കണം. സുധീരൻ പറയുന്നു, ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അവൾ അതുമേ പിടിച്ചു തുടങ്ങും, പിന്നെ നമുക്ക് മിണ്ടാൻ പോലും സമയം കിട്ടില്ല, കലപില കലപിലാന്ന് ചിലച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ മിണ്ടരുതെന്ന് ഭാസ്കരൻ
പറയുമ്പോൾ സുധീരൻ ചോദിക്കുകയാണ് പിന്നെന്ത് ചെയ്യും? ഭാസ്കരൻ പറയുന്നു കവാലക്കുറ്റി നോക്കി ഒരൊറ്റ അടി, കണ്ണീന്ന് പൊന്നീച്ച പറക്കണം, കാതീന്ന് പൊന്നീച്ച മൂളണം, എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കൊന്നു കളഞ്ഞേക്കണം. ഇത് കേട്ട് ഞെട്ടി നിധി ഓർക്കുകയാണ് നികേഷിന്റെ വാക്കുകൾ. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറെ നാള് ജയിലിലായിരുന്നു, അമ്മ അച്ഛൻ കൊന്നതാണെന്നാ പോലീസുകാർ പറഞ്ഞത്. സുധീരൻ പറയുന്നു ഭാസ്കരേട്ടൻ എന്തായി പറയുന്നത്? എന്നിട്ട് ഞാൻ ജയിലിൽ പോകാനോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ് ഇങ്ങനെ ചിത്രവധം ചെയ്യുന്ന ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ജയിലിൽ കഴിയുന്നതല്ലേ സുധീര? ഇതെല്ലാം കേട്ട് ഞെട്ടി ഭയത്തോടുകൂടി നിധി അകത്തേക്ക് പോവുകയാണ്. സുധീരൻ പറയുന്നു എനിക്ക് ഭാസ്കരേട്ടന്റെ അത്രയും ധൈര്യമില്ല. ഭാസ്കരൻ പറയുന്നു അതിന് നിന്നോട് ആരാടാ കൊല്ലാൻ പറഞ്ഞു? ഡിവോഴ്സ് അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപേക്ഷിക്കുക, അപ്പൊ അവള് താനെ തിരിച്ചു വന്നോളൂ. എടാ പെണ്ണുങ്ങൾക്ക് മുടിക്ക് നീട്ടം കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ, ബുദ്ധിക്ക് നീട്ടം കുറവാ. അത് മനസ്സിലാക്കി പെരുമാറുന്നതാണ് ആണുങ്ങളുടെ ബുദ്ധി, മനസ്സിലായോ? ഇത് കേട്ട് സുധീരൻ തലയാട്ടുമ്പോൾ ഭാസ്കരൻ പറയുന്നു എന്നാ ചെല്ല്, എനിക്ക് വേറെ പണിയുണ്ട്. ശരി എന്ന് പറഞ്ഞ സുധീരൻ അവിടെ നിന്ന് പോകുമ്പോൾ മോളെ എന്ന് വിളിച്ച് ഇങ്ങോട്ടേക്ക് തിരിയുന്ന ഭാസ്കരൻ നിധിയെ കാണാതെ ചുറ്റും നോക്കുകയാണ്. പോയോ അതോ പേടിച്ചോടിയോ? എന്തായാലും നന്നായി, ഇത്തിരി ഭയം ഉള്ളിലിരിക്കട്ടെ. തുടർന്ന് നികേഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു നികേഷ് പുറത്തുനിന്നേ അച്ഛനൊരാൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, ഭാര്യമാരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടുന്ന ടോക്സിക് ടിപ്പുകൾ. നികേഷ് പറയുന്നു അതാ സുധീരേട്ടനായിരിക്കും, അയാൾക്ക് എന്നും ഇതാ പണി, അച്ഛന്റെ അടുത്ത് വന്ന് സ്വന്തം ഭാര്യയുടെ കുറ്റം പറയല്. ഏട്ടത്തി മൈൻഡ് ചെയ്യണ്ട. നിധി ചോദിക്കുന്നു നീ എന്താ നോക്കിക്കൊണ്ടിരുന്നത് എന്തെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഞാൻ വന്നപ്പോ പെട്ടെന്ന് ഫോൺ മറച്ചുവല്ലോ. നികേഷ് പറയുന്നു അതാണോ? ഞാൻ ഇങ്ങനെ ഓരോ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായി. നിധി ചോദിക്കുന്നു ആരുടെ ഫോട്ടോസ്? നികേഷ് പറയുകയാണ് അതൊക്കെയുണ്ട്. പുഞ്ചിരിച്ച് നിധി പറയുന്നു ആഹാ കൊള്ളാലോ ചെറുക്കൻ, മുഖത്തൊരു നാണമൊക്കെ ഉണ്ടല്ലോ. നികേഷ് പറയുന്നു അതെ അത് കോളേജിലുള്ള ഒരു കുട്ടിയാ. നിധി പറയുന്നു വെറും കുട്ടിയല്ലല്ലോ. നികേഷ് പറയുന്നു അല്ല അവള് BA എക്കണോമിക്സാ. നിധി പറയുകയാണ് അപ്പൊ നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല? നികേഷ് പറയുന്നു അല്ല, പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരുമിച്ചാണല്ലോ. ചേച്ചി കോളേജിലെ സ്റ്റാർ അവള്, ഇടുന്ന റിയൽസ് ഒക്കെ എന്ത് പോപ്പുലർ ആണെന്ന് അറിയാമോ? എല്ലാ പിള്ളേരും അവളെ നോക്കാറുണ്ട്, പക്ഷെ അവള് നോക്കുന്നത് എന്നെ മാത്രമാണ്. നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് ഇല്ല, സംസാരിക്കണം. ഇപ്പൊ പരസ്പരം ഫോട്ടോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പുഞ്ചിരിച്ച് നിധി പറയുന്നു അപ്പൊ പുരോഗമനം ഉണ്ട് ചെറുതായിട്ടെന്ന് നികേഷ് പറയുമ്പോൾ നിധി ചിരിച്ചുകൊണ്ട് നികേഷിനെ നോക്കുകയാണ്. ഈ സമയം സഞ്ജീവുമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു എടാ നികേഷേ നീ ഒന്ന് കടയിൽ പോയിട്ട് വാ, ഇത്തിരി സാമ്പാർ പരിപ്പും പഞ്ചസാരയും പുളിയും ജീരകവും തേങ്ങയും കൂടി വാങ്ങണം. നികേഷ് പറയുന്നു എന്റെ പൊന്ന് സുഭാഷേട്ടാ പുറത്ത് ഭയങ്കര വെയിലാണെന്നേ. സുഭാഷ് പറയുന്നു എടാ ഈ കവല വരെ ഒന്ന് പോയാ പോരെ, നീ ഒന്ന് ഓടി പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാമെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ് അയ്യോ അത് വേണ്ട ഞാൻ പൊയ്ക്കോളാം. നിധി പറയുന്നു എന്നാൽ ഒരുമിച്ച് പോകാം. നികേഷ് പറയുന്നു അത് നല്ല കാര്യം, എന്ന് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനെ നികേഷ് അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു അവനും നിധിയും വലിയ കമ്പനിയായി അല്ലേ? നിധി പറയുന്നു പിന്നെ ഞങ്ങൾ സെറ്റ് അല്ലേ? സുഭാഷ് പറയുകയാണ് നിധി വരുന്നതിന് മുമ്പ് അവൻ ഈ കളിതമാശകളൊക്കെ കുറവായിരുന്നു, മിക്കവാറും ഓമയായിട്ടിരിക്കും. ഇപ്പൊ പക്ഷെ ഒരുപാട് മാറ്റമുണ്ട്. ഇവിടുന്ന് നിധി പോകുന്നതോടെ അതില്ലാതാകുകയും ചെയ്യും. മോളെ മോക്ക് ഇവിടുന്ന് പോണോ? സുധീഷിനെ വിട്, ബാക്കിയുള്ളവർക്ക് വേണ്ടിയെങ്കിലും നിന്നൂടെ? നിധി ചോദിക്കുന്നു അതെങ്ങനെ ശരിയാകും? സുഭാഷ് പറയുകയാണ് മോളെ എവിടെയോ പോയി വാടകയ്ക്ക് താമസിക്കുന്നതിലും നല്ലത് ഇവിടെ താമസിക്കുന്നതല്ലേ, ഒരു പ്രശ്നം ഉണ്ടാകില്ല. നിധി പറയുന്നു വേണ്ട സുഭാഷേട്ടാ അത് ശരിയാകില്ല. നികേഷും ഹരീഷും ഒക്കെ കരുതിയിരിക്കുന്നത് ഞാൻ അവരുടെ ശരിക്കുള്ള ഏട്ടത്തിയമ്മയാണെന്നാ. ഇവിടെ ഞാൻ താമസിച്ചാൽ അധികം വൈകാതെ തന്നെ അവരത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കും, അപ്പൊ അവരെന്നെ തെറ്റിദ്ധരിക്കും. സുഭാഷ് പറയുന്നു നടന്നത് എന്താണെന്ന് അവരോടും പറഞ്ഞാ പോരെ? മോളെ വേറെ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെടുന്നതിലും നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നത്? നിധി പറയുന്നു അത് വേണ്ട, ശരിയാകില്ല. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ, ഇനി നിധിയുടെ ഇഷ്ടം. അവിടേക്ക് വന്ന നികേഷ് പറയുന്നു പോയിട്ട് വരാ ഏട്ടത്തി. സാമ്പാർ പരിപ്പ് ജീരകം പിന്നെന്തായിരുന്നു? നിധി പറയുന്നു പഞ്ചസാര ഉള്ളി തേങ്ങ. നികേഷ് പറയുന്നു ഓർമ്മ വെച്ചേക്കണേ. സുഭാഷ് പറയുന്നു ദാ കാശ്. നികേഷ് പറയുന്നു പോകാ ഏട്ടത്തി. അതെ ബാക്കി കാശിന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കും കേട്ടോ. ഇത് കേട്ട് സുഭാഷ് മൂടുമ്പോൾ ശരി എന്ന് പറഞ്ഞ നിധിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് നികേഷ്. സുഭാഷ് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തോമസ് ഏട്ടൻ പറയുന്നു നീ ഇങ്ങനെ വണ്ടി തടങ്ങി നിർത്തിയിട്ട് ഒരു കാര്യമില്ല സുധീഷ്, നിന്നോട് എന്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സുധീഷ് പറയുന്നു ദേഷ്യപ്പെടാതെ തോമസ് ഏട്ടാ, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക്. തോമസ് ഏട്ടൻ പറയുന്നു നിന്നോട് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്, എന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? തോമസ് ഏട്ടാന്ന് സുധീഷ് വിളിക്കുമ്പോൾ തോമസ് പറയുന്നു നിന്നോട് പൊയ്ക്കോളാനാ പറഞ്ഞത്. സുധീഷ് പറയുന്നു തോമസ് ഏട്ടൻ എന്നെ തല്ലുകയോ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും വായിക്കോ, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് തോമസ് ഏട്ടൻ ഒന്ന് കേൾക്ക്. തോമസ് ഏട്ടൻ പറയുന്നു നീ വാചകം ഒടിച്ച് എന്നെ കുപ്പിയിലാക്കാൻ നോക്കല്ലേ, നിന്നെ കൊണ്ട് ഉണ്ടായിടത്തോളം മതി. സുധീഷ് പറയുന്നു തോമസ് ഏട്ടാ ഞാൻ ഫോൺ വിളിച്ചിട്ട് തോമസ് ഏട്ടൻ എടുത്തില്ല, നേരിൽ വരാൻ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മുഖം അടച്ച് പറയല്ലേ തോമസ് ഏട്ടാ. ചേട്ടാ ഒന്നുമില്ലെങ്കിലും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ തോമസ് ഏട്ടന്റെ വണ്ടികൾ ഓടിക്കുന്നതല്ലേ, അല്ലെ ഇന്ന് വരെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പരാതികൾ വന്നിട്ടുണ്ടോ? കൈകൂപ്പി തോമസ് പറയുന്നു അതിന് എല്ലാ കാലത്തേക്കും കൂടി ഉള്ളത് നീ ഒരുമിച്ച് തന്നല്ലോ അത് മതി. സുധീഷ് പറയുകയാണ് തോമസ് ഏട്ടാ അത് ഒരു മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് കേൾക്ക്. അത് കഴിഞ്ഞിട്ട് തോമസ് ഏട്ടൻ എന്ത് വേണമെങ്കിലും തീരുമാനം. 5 മിനിറ്റ്. തോമസ് ഏട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വർഷം മുമ്പ് തോമസ്
ഏട്ടന്റെ അനിയനൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. തോമസ് ഏട്ടൻ അന്ന് സ്ഥലത്തില്ല, ഗൾഫിൽ ഒരു വിസിറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. എന്ത് വേണമടാ സുധീഷ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? കൂടെ ആളില്ലാത്തതിന്റെ കുറവ് കൊണ്ടാണ് അവൻ എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അവനോടൊപ്പം ഞാനും ഇല്ലാതാകുമെന്ന്. 3 രാത്രികൾ കൊണ്ടും 3 പകൽ കൊണ്ടും ഞാൻ അറേഞ്ച് ചെയ്തത് 30 കുപ്പി രക്തമാ, അതും O നെഗറ്റീവ്. 4ാമത്തെ ദിവസം തോമസ് ഏട്ടൻ വന്നപ്പോൾ അപകടനില തരണം ചെയ്തു. അവൻ രക്ഷപ്പെട്ടു. അന്ന് ഡോക്ടർ എന്നെ ചൂണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനോടാണ് തോമസ് ഏട്ടൻ നന്ദി പറയേണ്ടതെന്ന്. പക്ഷേ ഞാൻ അത് പറയാൻ സമ്മതിച്ചില്ല. കാരണം എന്താ? ഞാന് തോമസ് ഏട്ടനെ കണ്ടത് എന്റെ സുഭാഷ് ഏട്ടന്റെ സ്ഥാനത്തായിരുന്നു. തോമസ് പറയുന്നു, നീ ഇങ്ങനെ സെന്റിമെന്റ്സ് ഇറക്കി എന്നെ ചാക്കിലാക്കാൻ നോക്കല്ലേ. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ ഞാൻ ചാക്കിലാക്കാൻ നോക്കുന്നത്? അന്നത് ചെയ്തത് എന്തെങ്കിലും ലാഭം നോക്കിയിട്ടായിരുന്നെങ്കിലേ എനിക്ക് തോമസ് ഏട്ടൻ എന്ന വെച്ച് നീട്ടിയ പണം എനിക്ക് വാങ്ങിക്കാമായിരുന്നല്ലോ. ഞാനത് ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ടും ചെറിയൊരു കാര്യം സംഭവിച്ചപ്പോൾ തോമസ് ഏട്ടനെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നതേ അല്ല. എന്നിട്ടും അതിന്റെ പേരില് പഴയതെല്ലാം തോമസ് ഏട്ടൻ അങ്ങ് മറന്നു. തോമസ് പറയുന്നു, നീ ചെയ്തതേ അങ്ങനെയൊരു കാര്യമാണ്. എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച ഒരാളെയാണ് നീ ഇങ്ങനെ ചതിച്ചത്. സുധീഷ് പറയുന്നു, ശരി, സമ്മതിച്ചു, തെറ്റാണ്. പക്ഷേ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ തോമസ് ഏട്ടൻ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്റെ ഒരു ചേട്ടനല്ലേ, എനിക്ക് പറയാനുള്ള ന്യായവും നിങ്ങൾ കേൾക്കണ്ടേ? തോമസ് ചോദിക്കുന്നു, എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? സുധീഷ് പറയുന്നു, ചേട്ടാ, ഞാൻ അവിടേക്ക് തോമസ് ഏട്ടൻ പറഞ്ഞു വിട്ട ഡ്രൈവറായിട്ട് തന്നെയാ പോയത്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ലെന്നേ. പക്ഷേ ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞപ്പോ മനസ്സൊന്ന് ആടിപ്പോയി തോമസ് ഏട്ടാ. അവൾ എന്റെ കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊന്നും ആലോചിക്കാൻ തോന്നിയില്ലെന്നേ. ഞാൻ തോമസ് ഏട്ടനെയോ വീട്ടുകാരെയോ ആരെയും ഓർത്തില്ല. അത് തെറ്റ് തന്നെയാ, അറിയാം. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ വേറെ എന്ത് ചെയ്യും തോമസ് ഏട്ടാ? എഴുതിയിട്ട് തോമസ് പറയുന്നു, നീ ഇപ്പൊ പറഞ്ഞതാണ് പ്രശ്നം. ആ സമയത്ത് നീ നിന്നെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചത്. അതുവഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിനക്ക് പ്രശ്നമേ അല്ല. സുധീഷ് പറയുന്നു, തോമസ് ഏട്ടാ, നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? രാത്രിക്ക് രാത്രി പെണ്ണിനെ ചാടിച്ച മലയാറ്റൂർ മല കയറി പൊന്നിൻകുരിശു മുത്തപ്പന്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയ കഥ എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് കേട്ട് വളർന്നവനല്ലേ ഈ അനിയൻകുട്ടി. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹീറോ ആരാ? തോമസ് ഏട്ടനല്ലേ? പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നത് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്ത നിങ്ങളെ ഞാൻ മാതൃകയാക്കിയത് തെറ്റാണോ തോമസ് ഏട്ടാ? പറ. തോമസ് ഏട്ടൻ ആ രാത്രി മലയാറ്റൂർ മല കയറിയത് എന്തുകൊണ്ടായിരുന്നു? ഇടുക്കി മലമുകളില് ഏക്കർ കണക്കിന് ഏലം കൃഷി ചെയ്തിരുന്ന ഒരു പ്ലാന്റേഷൻ മുതലാളിയുടെ മകന് ചേച്ചിയെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ഉറപ്പായപ്പോഴല്ലേ? ഞാനും അതേ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത് തോമസ് ഏട്ടാ. നിധിയുടെ അച്ഛനെ അവളെ ഒരു ഓസ്ട്രേലിയൻകാരന് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവക്കാണെങ്കിൽ ഇഷ്ടവും ആയിരുന്നില്ല. സത്യം അത് പറയാൻ അവക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു തോമസ് ഏട്ടാ. പതിയെ ഒരാഴ്ച കൊണ്ട് അവക്ക് എന്നോട് ഇഷ്ടം തോന്നി. ഒരു രാത്രി കൊണ്ട് ഒളിച്ചോടാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതാ ഉണ്ടായത്. തോമസ് പറയുന്നു, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പതിയെ പ്രേമത്തിലായി അല്ലേ? ഞാൻ വിശ്വസിച്ചു. എടാ, എന്റെ ആൻസിയെ ഞാൻ പ്രേമിച്ചതേ 10 കൊല്ലം കണ്ട 10 ദിവസം എടുത്തില്ല നീ. സുധീഷ് പറയുന്നു, അത് ഈ ടെക്നോളജിയുടെ ഒക്കെ ഒരു മാറ്റമാ തോമസ് ഏട്ടാ. പണ്ടൊക്കെ കാണാൻ തന്നെ എത്ര കാത്തു നിൽക്കണമായിരുന്നു. ഒന്ന് മിണ്ടണമെങ്കിൽ ആരുടെയൊക്കെ കണ്ണു വെട്ടിക്കണം. പോട്ടെ, ഒരു കത്ത് എഴുതണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടക്കണമായിരുന്നു. ശരിയല്ലേ? തോമസ് പറയുന്നു, അതൊക്കെ ശരിയാ. തമ്മിൽ കണ്ട് ഇഷ്ടമായതിനു ശേഷം 1 കൊല്ലം കഴിഞ്ഞാ ഞങ്ങൾ തമ്മിൽ മിണ്ടിയത്. സുധീഷ് പറയുന്നു, എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല തോമസ് ഏട്ടാ. എല്ലാം ഇപ്പം ഓൺലൈൻ അല്ലേ? ഓൺലൈൻ ടാക്സി പോലെ ഓൺലൈനിലാവും. കണ്ടുമുട്ടി ഹായ് ഇടാന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയാലേ 4ാമത്തെ മെസ്സേജ് ചോദിക്കും കഴിച്ചോടാന്ന്. ഈ സ്മൈലീസ് ഉള്ളത് കൊണ്ട് എത്ര പെട്ടെന്നറിയുമോ കമ്മ്യൂണിക്കേഷൻ. ഒറ്റ ദിവസത്തെ മെസ്സേജ് മതി. 2ാമത്തെ ദിവസം കൃത്യസമയത്ത് മെസ്സേജ് വന്നിരിക്കും. ഹായ് എടാ, മിസ് യുടാ, ഹഗ് യുടാ, ലവ് യുടാ, അങ്ങനെയൊക്കെ. 3 ദിവസം വേണ്ട കട്ട പ്രേമത്തിലാകാൻ. ചേട്ടാ, ഒരു 10 ദിവസം ആകുമ്പോഴേക്കും ഏത് കാട്ടിലേക്ക് വേണമെങ്കിലും ഒളിച്ചോടാൻ തയ്യാറാകും. ഇതൊന്നും മനുഷ്യന്മാരുടെ കുഴപ്പമല്ല തോമസ് ഏട്ടാ. ടെക്നോളജി പ്രേമത്തെ ഒന്ന് ഈസിയാക്കി. ഇനി നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യമൊക്കെ സ്മൈലീസിലൂടെ പറയാലോ. തോമസ് പറയുന്നു, അപ്പൊ ടെക്നോളജിയിൽ ജനിച്ച കാമുകനാണ് നീ അല്ലേ? സുധീഷ് പറയണ, ഏറെക്കുറെ. തോമസ് ഏട്ടാ, അവളെ അവിടെ വിട്ടിട്ട് പോന്നിരുന്നുവെങ്കിൽ എന്റെ ജോലി പോകില്ലായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം പോകുമായിരുന്നു തോമസ് ഏട്ടാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിലെ അവൾ എനിക്കൊരു ബ്ലേഡ് കാണിച്ചു. തോമസ് ചോദിക്കുന്നു, എന്തിനാ? നിനക്ക് ഷേവ് ചെയ്യാനോ? സുധീഷ് പറയണ, തോമസ് ഏട്ടാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ തമാശയാക്കുകയോ നിങ്ങൾ? ഞാൻ അവളെ വിട്ടുപോരുകയും അവളുടെ അച്ഛൻ ആ കങ്കാരൂനെ കൊണ്ട് കെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലേ ആദ്യ രാത്രി തന്നെ ഞരമ്പ് മുറിച്ച് ചാകാൻ വേണ്ടി അവള് കരുതിയിരുന്ന ബ്ലേഡ് ആയിരുന്നു അത്. എനിക്കറിയാം തോമസ് ഏട്ടന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനേ എനിക്ക് പറ്റൂ. പ്ലീസ് തോമസ് ഏട്ടാ, എന്നോടൊന്ന് ക്ഷമിക്കൂ. പ്ലീസ് ക്ഷമിക്കൂല്ലേ? ഏതായാലും അത് കഴിഞ്ഞു. ഇതിപ്പം ആ കുട്ടി എന്നോടൊപ്പം ഇറങ്ങി വരികയും ചെയ്തു. ആ കാരണത്തില് തോമസ് ഏട്ടൻ എന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി അന്വേഷിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാരണം കൊണ്ട് ഇവിടം വിട്ട് പോകേണ്ടവനല്ല ഞാനെന്ന് എനിക്കൊരു തോന്നല്. ആ തോന്നല് തോമസ് ഏട്ടന് ഉണ്ടെങ്കിൽ മാത്രം എന്നെ ട്രാവൽസിൽ ജോലി ചെയ്യാൻ അനുവദിക്കണം. തോമസ് ഏട്ടാ, ഇത്രയും കാലം ഒരു പരാതിയും കേൾപ്പിക്കാതെ ജോലി ചെയ്ത സുധീഷ് തന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രം തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലും തോമസ് ഏട്ടന് കുറ്റബോധം തോന്നണം. തോമസ് ഏട്ടാ, എന്റെ നേരെ തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടൻ ഒരു വിരല് ചൂണ്ടുമ്പോൾ 3 വിരലും തോമസ് ഏട്ടന്റെ നേരെയാ നിൽക്കുന്നത്. ആൻസി ചേച്ചിയുമായുള്ള തോമസ് ഏട്ടന്റെ ജീവിതം ഒരു
പാഴ്വേലയല്ലെന്ന് തോമസ് ഏട്ടൻ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോമസ് ഏട്ടൻ എന്നെ സഹായിക്കണം. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന തോമസിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഭാസ്കരൻ സുധീഷിന്റെയും നിധിയുടെയും വിവാഹ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഭാസ്കരൻ ആ ഫോട്ടോ ഹോളിലേക്ക് വെച്ചിട്ട് ചുവരിൽ ആണിയടിക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നോക്കി നിൽക്കുകയാണ്. സുധീഷും നിധിയും ഭാസ്കരനും സുഭാഷും ഹരീഷും നികേഷും കൂടിയുള്ള ആ ഫാമിലി ഫോട്ടോ ചുവരിൽ വെച്ചത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സുധീഷും നിധിയും സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. കൊള്ളാലോന്ന് നികേഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? ഈ ഫോട്ടോയോ ആൽബം ഒന്നും വേണ്ടെന്ന് ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞതാണല്ലോ. തുടർന്ന് സുഭാഷിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് നിധി. ഹരീഷ് അവിടേക്ക് വരുമ്പോൾ നിധി അകത്തേക്ക് പോകുന്നു. ഹരീഷ് ചോദിക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല സുഭാഷ് ഏട്ടന് എന്ത് മാറ്റമാ ഉണ്ടായതെന്ന്. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ സുധീഷ് ഏട്ടന് ഒന്നും പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് എത്ര ക്രൂരമാ. സുഭാഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ മനസ്സിൽ എന്ത് വലിയ സ്ഥാനമാണെന്നറിയുമോ? ഇതെല്ലാം കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.